ലവ് ജിഹാദ് ആരോപണത്തിൽ ആക്രമണം ഭയന്ന് കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് സ്വദേശികൾ. ചിത്തപ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാ വർമ്മയുമാണ് കായംകുളത്തെത്തി വിവാഹിതരായത്. ജാർഖണ്ഡിൽ തങ്ങൾ വധഭീഷണി നേരിടുന്നുവെന്നും ഇരുവരും പറഞ്ഞു. ഇരുവർക്കും പ്രായപൂർത്തിയായതിനാൽ സംരക്ഷണം നൽകുമെന്ന് കായംകുളം പോലീസ് അറിയിച്ചു. വ്യത്യസ്ത മതസ്ഥരായ 26-കാരി ആശാ വർമ്മയും 30-കാരൻ മുഹമ്മദ് ഗാലിബും 10 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ വിവാഹിതരാകാൻ തീരുമാനിച്ചതോടെ ലവ് ജിഹാദ് എന്ന ആരോപണം ഉയർന്നു. പ്രദേശത്ത് പ്രതിഷേധവും ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടായി. ആശാ വർമ്മയുടെ ബന്ധുക്കൾ വിവാഹത്തെ എതിർത്തതോടെ വിദേശത്ത് എഞ്ചിനീയറായ മുഹമ്മദ് ഗാലിബ് നാട്ടിലെത്തി. തുടർന്ന് സുരക്ഷിത സംസ്ഥാനമെന്ന തിരിച്ചറിവോടെ ഇരുവരും ഫെബ്രുവരി 9 കേരളത്തിലേക്ക് തിരിച്ചു. ഗൾഫിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന കായംകുളം സ്വദേശിയായ സുഹൃത്ത് മുഖേനയാണ് കായംകുളത്തെത്തിയത്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ കായംകുളത്ത് വെച്ച് 11-ന് വിവാഹിതരായി. നാട്ടിൽ സംഘർഷം രൂക്ഷമായതോടെ മുഹമ്മദ് ഗാലിബിന്റെ രക്ഷിതാക്കളെ ജാർഖണ്ഡ് രാജറപ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആശാ വർമ്മയെ കാണാനില്ലെന്ന പേരിൽ പോലീസിൽ പരാതിയും നൽകി. इसमें कोई किसी का प्रेशर नहीं, किसी का दबाव भी नहीं है और हम दोनों अपनी मर्जी और अपनी खुशी से ये शादी किए हैं. मेरे साथ कोई जोर ज़बरदस्ती नहीं हुआ है. मैं अपनी मर्जी के साथ गालिब के साथ यहाँ केरला में आके शादी की हूँ. इसमें किसी का भी कोई हाथ नहीं है और इन्होंने मुझे ज़बरदस्ती नहीं लाया था. मैं अपनी मर्जी से आई थी क्योंकि मैं इनको पसंद करती थी. ആശാ വർമ്മയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ആശയുടെ ബന്ധുക്കളും കായംകുളത്തെത്തി. പ്രായപൂർത്തിയായവരും വിവാഹിതരാണെന്നും ബോധ്യപ്പെട്ടതോടെ കായംകുളം പോലീസ് ഇവർക്ക് സുരക്ഷയൊരുക്കി. ഇതോടെ ബന്ധുക്കൾ മടങ്ങി. നാട്ടിലെത്തിയാൽ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് ഗാലിബും ആശയും ഭയപ്പെടുന്നു. ഇരുവരുടെയും സംരക്ഷണം ആവശ്യപ്പെട്ട് അഭിഭാഷക ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു. 24 ആലപ്പുഴ.